സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇവിടെ ഗെയിമർ. നിങ്ങൾ കണ്ടുവന്നിരിക്കുന്ന പുതിയ വീഡിയോ ആണ്. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ ട്യൂട്ടോറിയൽ ഗൈഡ് പാർട്ട് 17 ആയിട്ടാണ്. നമ്മൾ നീണ്ടൊരു ഒരു 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 ഒന്നൊന്നര മാസത്തെ ഇടവേളത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. കുറച്ച് നമുക്ക് ഈ വീഡിയോസ് ഇടാൻ വേണ്ടി ഇച്ചിരി ടൈം വേണമായിരുന്നു. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് എടുത്തത്. നമ്മൾ അവസാനം ഇട്ട വീഡിയോ ഏതാണെന്ന് എനിക്ക് ഓർമ്മ. അവസാനം ഇട്ടത് ഒരു ട്യൂട്ടോറിയൽ ഗൈഡ് വീഡിയോ തന്നെ ആയിരുന്നു. നമ്മുടെ ഒരു നമ്മുടെ മരത്തിന് വെട്ടുന്നതിന് അടിച്ച് എളുപ്പ പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പൊ അത് കാണാത്തവർ പോയി കാണുക. നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പം 89 വീഡിയോസ് ആയിട്ടുണ്ട് കറന്റ്ലി. ആൻഡ് അതുപോലെ നമുക്ക് 189 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. എൻ്റെ ഒരു ഗോൾ എന്ന് വെച്ചാൽ സെപ്റ്റംബർ തീരുന്നതിന് മുമ്പ് ഒരു 200 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. പക്ഷെ നടന്നതന്നെ. പക്ഷെ ആ സമയത്ത് എനിക്ക് ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ വന്നു. അത് കാരണമാണ് അത് നടക്കാണ്ട് പോയത്. കുഴപ്പമില്ല, നമുക്കിനിയിപ്പം സെറ്റാക്കാം. ഇനി നമുക്ക് സമയം ഇങ്ങനെ നീണ്ടു കിടക്കുവാണ് നമ്മുടെ മുമ്പിൽ. അപ്പം എന്തായാലും വീഡിയോ കാണുന്നതിലേക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൂടെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സർവൈവൽ വേൾഡിൽ ഇപ്പം ഞാൻ കറന്റ് ക്രിയേറ്റീവ് വേൾഡിലാണ് നിൽക്കുന്നത്. അത് ഞാനിപ്പം കാര്യം പറഞ്ഞുതരാം. നമ്മുടെ സർവൈവൽ വേൾഡിൽ നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് നമ്മുടെ ഒരു റെയ്ഡർ ഫാം വില്ലേജർ ഫാം. നമ്മുടെ വില്ലേജറിന് നമ്മൾ ഇങ്ങനെ മണ്ണിനടി കൊണ്ടിട്ടിട്ട് അതിനകത്ത് കൂടെ നമ്മളൊരു കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അത് ചെറിയൊരു ഫാം, നമുക്കൊരു സ്റ്റാർട്ടിങ് ബേസിൽ ചെയ്യാൻ പറ്റിയൊരു ഫാം ആയിരുന്നത്. അത് നമ്മൾ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ അതിൻ്റെ തന്നെ വേറൊരു ടോപ്പ് എഫിഷ്യൻറ്റ് ആൻഡ് കംപ്ലീറ്റ്ലി ഈസി സാധനമാണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്ന് ചെയ്യുന്ന അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വെർഷൻ. ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് കുറച്ചധികം സാധനങ്ങളിനകത്ത് എടുത്ത് എന്നാൽ ഒരു ബിഗിനർക്ക് എളുപ്പം ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇങ്ങനത്തെ ഒരു ബയോമാണ്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളവും ഒക്കെ ഉള്ളൊരു ബയോമാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇവിടെ നമ്മൾ വെള്ളത്തിനടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് കുറച്ച് ഇങ്ങനെ വെള്ളമുള്ളൊരു ബയോമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് നമ്മുടെ സാധനങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണ്ടത് 4 സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് വേണം. അതുപോലെ 4 ഹോപ്പർ വേണം. പിന്നെ 15 ട്രാപ്പ് ഡോർ വേണം. പിന്നെ നമുക്ക് 32 ബട്ടൺ വേണം. പിന്നെ ഒരു 5 സ്റ്റാക്ക് 1 2 3 4 5 സ്റ്റാക്ക് സ്റ്റോൺ വേണം. എന്തെങ്കിലും ബിൽഡിംഗ് ബ്ലോക്ക് മതി. സ്മൂത്ത് സ്റ്റോൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരു വില്ലേജറിന് വേണം. നമുക്ക് വില്ലേജർ ഇല്ലാണ്ട് നമ്മുടെ വില്ലേജർ ഫാം വർക്ക് അതില്ല. പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു ബാരല്, 2 ബെഡ്, 2 ഓക്സൈൻ, 2 ചെസ്റ്റ്. ഇത്രയും സാധനം നമുക്ക് വേണ്ടതാണ്. നമുക്കില്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞു ഇച്ചിരി നമ്മൾ ഇച്ചിരി മൈൻക്രാഫ്റ്റിന്റെ തന്നെ കുറച്ചും കൂടെ ടോപ്പ് എഫിഷ്യന്റ് ആയിട്ട് നമ്മൾ റേറ്റ് ഫാമാണ് ഉണ്ടാക്കുന്നത്. വില്ലേജർ ഫാമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് ഒരു ബോട്ട് എടുക്കുക. എന്നിട്ട് നമ്മുടെ നിങ്ങൾ നോർമലി കളിക്കുകയാണെങ്കിൽ ഒരു ബോട്ടിനകത്ത് കൊണ്ടുപോകണം നല്ലത്. ബോട്ടിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ഒരു സീ സൈഡിലേക്ക് വരിക. സീ സൈഡിലേക്ക് വന്നിട്ട് സീ സൈഡിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീഡിയോ സെറ്റിംഗ്സിനകത്ത് ഓപ്ഷൻ വീഡിയോ സെറ്റിംഗ്സ്, ഇതിനകത്ത് നിങ്ങളുടെ റെൻഡർ ഡിസ്റ്റൻസ് 8 ആണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ അത് ചെയ്യുന്നത് വേറെ ബയോം ഒന്നും ഇവർ കാണാൻ പാടില്ല, നമ്മുടെ വില്ലേജസ്. അപ്പം സ്പോൺ ആകുമ്പം ഓട്ടോമാറ്റിക്കലി അവർ ഇവിടെ ആയിരിക്കും സ്പോൺ ആകുന്നത്. ഇവിടെ കുറച്ചുകൂടെ പോകണം അല്ലേ? ഓക്കെ. ഇതാകുമ്പോൾ ഇപ്പം ഒന്നും കാണുന്നില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ നേരെ കുറച്ച് ഡേർട്ട് എടുത്ത് വെക്കുക. നമുക്ക് കുറച്ച് ഡേർട്ട് എടുത്തിട്ട് നേരെ താഴത്തോട്ട് പോയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് മുകളിലോട്ട് കയറി ഒന്ന് ടോപ്പ് ബേസ് നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരെണ്ണം പണിയുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സാധനം സെറ്റ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 4x4 സാധനം ചെയ്താൽ മതി. ജസ്റ്റ് ഞാനിപ്പം നിങ്ങൾക്ക് നിൽക്കണം, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വില്ലേജറിന് നമ്മൾ കൊണ്ടുവരണം. ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ സാധാരണ ബോട്ടിനകത്ത് കൊണ്ടുവരുന്നതാണ് എളുപ്പം, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ 2 ചെസ്റ്റ് എടുക്കുക. ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഹോപ്പർ എടുക്കുക. ഇവിടെ അല്ല കേട്ടോ, ആക്ച്വലി. പോകണം. ഇച്ചിരി കൂടി ഇങ്ങോട്ടേക്ക് മാറി ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഹോപ്പർ എടുക്കുക. ഹോപ്പർ എടുത്തിട്ട് നമ്മുടെ ഹോപ്പർ ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുക. ചെസ്റ്റിനകത്തേക്ക് ഹോപ്പർ കണക്ട് ചെയ്യുക. ആ ഹോപ്പറിനകത്തേക്ക് അടുത്ത 4 ഹോപ്പറും കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്മൂത്ത് സ്റ്റോൺ സ്ലാബ് എടുക്കുക. ജസ്റ്റ് അതിനെ മോളിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ അത് വീണ് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ടോപ്പിലേക്ക് ഇങ്ങനെ ഉണ്ടാക്കി പോവാണേ.
അപ്പം അത് വീണ് കഴിയുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് അതിനെ കറക്റ്റ് താഴത്തേക്ക് വീഴുമ്പോൾ ഒരു 90% ആൾക്കാരും ചാവും. അപ്പം അങ്ങനെ ചാവുമ്പോൾ നമ്മുടെ XP കിട്ടാൻ വേണ്ടിയാണ്. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നതിനകത്ത് നമ്മളെല്ലാം കൈവച്ച് വെട്ടിയാണ് ആൾക്കാരെ കൊല്ലാൻ. അങ്ങനെ കൊല്ലണ്ട, നിങ്ങൾക്ക് പകരം വരുമ്പോഴേ കുറച്ച് ലൂട്ട് മാത്രം മതി, XP വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സാധനം മാറ്റിയിട്ട് നമ്മുടെ ക്യാമ്പ് ഫയർ ഇല്ലേ, നമ്മുടെ സോളിലെ ക്യാമ്പ് ഫയർ, നമ്മുടെ നീല കളറിലെ ഈ സാധനം ഇതെടുത്ത് ഇതിന് പകരം വച്ചാൽ മതി. അത് ഇച്ചിരിയും കൂടെ എഫിഷ്യൻ്റ് ആണെന്ന് ഞാൻ പറയാം. എഫിഷ്യൻ്റ് ആണല്ലേലും നമുക്ക് XP കിട്ടാൻ ചാൻസ് കുറവാണ്, XP കിട്ടൂല. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇപ്പം ഇത്രേ ഉള്ളൂ. നിങ്ങളൊരു റെൻഡർ ഡിസ്റ്റൻസ് നമ്മൾ നോക്കുക 8 ചങ്ക്. എന്നാൽ അവിടെ നിന്ന് ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് നിൽക്കാവുന്ന രീതിയിലാക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു കെട്ട് നമുക്കിങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കണം. അതായത് നമുക്ക് 4 വശവും ഇങ്ങനെ ഒന്ന് 4 വശം നമുക്കിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 27 ബ്ലോക്ക് ഇതും കൂടെ കൂട്ടി 27 ബ്ലോക്ക് നമുക്ക് പോകണം. ഓക്കെ, സോ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. ഓക്കെ, ഇത്രയും ബ്ലോക്ക് നമ്മൾ പൊങ്ങണം. ഓക്കെ, ഇത് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യുക. ഓക്കെ, ഞാൻ ഇന്ന് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ഈ ബിൽഡിങ് നമ്മുടെ 27 ബ്ലോക്ക് നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ വെക്കുന്ന ഒരു ബിൽഡ്. 27 ബ്ലോക്സാണ് നമ്മൾ വെക്കുന്നത്. കാരണം നമുക്ക് ഇച്ചിരിയും കൂടെ ഇവിടുന്ന് താഴത്തേക്ക് ആൾക്കാർ സ്പോൺ ആവുന്നതിൻ്റെ ഹൈറ്റും ആ സ്പോൺ ആയിക്കഴിഞ്ഞാൽ താഴത്തോട്ട് വീഴാനുള്ളൊരു രീതിയും കൂടെ വേണ്ടിയാണ് നമ്മളിപ്പോഴും ഹൈറ്റിൽ വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സൗത്ത് സൈഡ് ഏതാണെന്നാണ്. ഇതിനകത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഈ ഒരു സൈഡിലേക്ക് വന്നിട്ട് സൗത്ത് സൈഡാണ് ഫേസിങ് എന്ന് നമ്മൾ ഉറപ്പായിരുന്നു. എനിക്ക് സൈഡിൽ കാണാം ഫേസിങ് സൗത്ത് എന്ന് പറഞ്ഞ സംഭവം. നമുക്ക് എന്നിട്ട് അതിൻ്റെ നമുക്കിതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കൊരു 5 എണ്ണം ഫ്രണ്ടിലേക്ക് തള്ളണം. ഇത് കൂട്ടാണ്ട് 5 എണ്ണം, ഇത് കൂട്ടി 6 എണ്ണം. ഓക്കെ, ഇപ്പം 1 2 3 4 5. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സൗത്തിൻ്റെ ആ ഫേസിലേക്ക് നോക്കിയിട്ട് നമുക്ക് ഈസ്റ്റ് നോർമൽ ഈ സൈഡിലേക്കാണല്ലോ. അപ്പം ഈസ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ഇവിടെ നമ്മൾ 2 എണ്ണം ഇങ്ങോട്ടും തള്ളണം. ഓക്കെ, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ഒന്ന് കവർ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്നാലേ കുറച്ചും കൂടെ ഇപ്പം ഇത് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ ചെറിയൊരു പ്രശ്നം പറ്റി. അതായത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തത് ഇതിനകത്ത് ക്യാപ്ചർ അല്ല, സ്ട്രീം ലാബ്സിൻ്റെ എന്തോ ഒരു റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ എന്തൊരു ബഗ്ഗായിരുന്നു. നമുക്കൊന്നും സീനില്ല, നമ്മൾ വീണ്ടും റെക്കോർഡ് ചെയ്യും, അത്രേ ഉള്ളൂ. ആൻഡ് നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സൈഡില്ല, നമ്മളിപ്പം ഈ സൗത്തിലേക്ക് തള്ളിയിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയല്ലോ, ഈ ഒരു സൈഡിൻ്റെ 2 എണ്ണം വെച്ചിങ്ങനെ പൊക്കി കൊടുക്കുക. ഇപ്പോൾ ഒന്നയാൾ ഒരെണ്ണം കൂടി ഇങ്ങനെ പൊക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ രണ്ടാമത്തെ ഈ ഒരു ഹൈറ്റിൽ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കംപ്ലീറ്റ് ഫേസും സൈഡിൽ കൂടി ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് സ്പോൺ ആയിട്ട് ആൾക്കാർ പോകാതിരിക്കാനാണ്. നമ്മുടെ വില്ലേജസ് നമ്മൾ ഇവിടെ ആയിരിക്കും സ്പോൺ ആവുന്നത്. അപ്പം ഇവന്മാർ ഇവിടെ നിന്ന് ചാടി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? ബെഡ്. നമുക്ക് ആദ്യം മോളിൽ കയറണം. മോളിൽ കയറിയിട്ട് നമ്മുടെ ബെഡ് എടുക്കുക. 2 എണ്ണം നമ്മൾ എടുത്തതിനകത്ത് നമ്മുടെ പില്ലോ എപ്പോഴും ഈ ഒരു സൈഡിലേക്ക് ഫേസ് ആയിരിക്കണം. അതായത് നമ്മുടെ ഈ കുഴിയില്ലേ, ഈ കുഴിയുടെ അങ്ങോട്ടേക്ക് ഫേസ് ആയിരിക്കണം പില്ലോ. അത് നല്ല കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് താഴത്തോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ സൈൻ ബോർഡ് എടുക്കുക. സൈൻ ബോർഡ് എടുത്തിട്ട് ഈ ഒരു ബ്ലോക്കിൽ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്കിൽ വെച്ച് കൊടുക്കുക. കറക്റ്റ് അല്ല, ഇതല്ല, ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ നമ്മൾ ലാവ ബക്കറ്റ് എടുത്തില്ലല്ലേ, നമുക്ക് ലാവയും കൂടെ വേണം കേട്ടോ. ലാവ വേണം, നമ്മൾ ഓർത്തില്ല, മൈ ബാഡ്. നമ്മുടെ ലാവ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇരിക്കൂലല്ലോ. ഇരിക്കൂല. ഓക്കെ, സോറി, മൈ ബാഡ്. നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഇവിടെ അല്ല വെക്കേണ്ടത്. ഇവിടെ വെക്കുന്നതിന് പകരം നമ്മൾ വെക്കേണ്ടത് ഇവിടെ നമുക്കൊരു ട്രാപ്പ് ഡോർ വെക്കണമായിരുന്നു. അതെൻ്റെ മിസ്റ്റേക്ക്, ഞാൻ അത് ഓർത്തില്ല. നമ്മൾ ട്രാപ്പ് ഡോർ എടുക്കുക.
ഈ ഒരു ഏരിയ ചുമ്മാ വച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ നമ്മുടെ ഈ ബെഡിന്റെ സ്ഥലത്താണ് നമ്മൾ വെക്കേണ്ടത്. ഇവിടെയായിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. എന്നിട്ട് ഇതിന്റെ മുകളിൽ ലാവ ഒഴിച്ചു കൊടുക്കുക. അപ്പൊ അത് അവിടെ ഇരിക്കും. ഓക്കെ, അപ്പം ഇതിന്റെ പണി കഴിഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത പണിയുണ്ട്. നമ്മൾ ട്രാപ്പ് ഡോർ എടുക്കുക. നമ്മൾ ട്രാപ്പ് ഡോർ എടുത്തിട്ട് നമ്മുടെ ഈ രണ്ട് സൈഡ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പൊ കറക്റ്റ് ആണ് വീഴത്തുള്ളൂ. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അമ്മേ ഇടയ്ക്ക് ഇതിനെ കുഴി വീണ എത്ര ചാവെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒന്ന് സ്പോൺ ആവാതിരിക്കാൻ വേണ്ടി, അതായത് നമ്മളിപ്പം ഈ ഒരു ഏരിയയിൽ സ്പോൺ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട പരിപാടിയാണ് നമ്മുടെ ബട്ടൺസ് എടുക്കുക. ബട്ടൺ എടുക്കുക. ഈ ബട്ടൺ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുത്തു വെച്ചേക്കുക. അതാകുമ്പം ഈ ഒരു ഏരിയ ഒന്നും സ്പോൺ ആകത്തില്ല. ഓക്കെ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രാപ്പ് ഡോർ എടുക്കുക. നമ്മുടെ ട്രാപ്പ് ഡോറിന്റെ ആവശ്യം ഇനിയാണ് വരുന്നത്. നിങ്ങളിപ്പം സർവൈവൽ വേൾഡ് ആയതാണ് നിങ്ങൾക്ക് നിൽക്കാൻ പാടിരിക്കും. അപ്പം തൽക്കാലം ഇവിടെ വരിക. ഇവിടെ കയറിയിട്ട് ഇവിടെ കയറാൻ ഒരു വഴി ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടൺ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ നേരെ ഈ ഒരു സൈഡിലേക്ക് വരിക. നമ്മുടെ ഈ ഇങ്ങനെ നടക്കുന്ന ബെഡിന്റെ സൈഡിലേക്ക് വരിക. എന്നിട്ട് നമ്മുടെ ട്രാപ്പ് ഡോർ എടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ കൊടുക്കുക. അതൊന്ന് ഇതൊന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം ഈ ഒരു വശത്തൊന്നും സ്പോൺ ആയാലും പുറത്ത് ചാടാണ്ട് പോകും. അങ്ങനത്തെ രീതി സെറ്റ് ചെയ്യുകയാണ് നമ്മളിപ്പം. അതായത് ഒന്നിരാടം ബ്ലോക്ക് വിട്ട് കൊടുക്കുക. എന്നാലേ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. വരെ സ്പോൺ ആവാതിരിക്കുകയുള്ളൂ. ഇതൊക്കെ ഒന്ന് അടയ്ക്കണം കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പാടില്ല, അടച്ചു വെക്കണം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഈ ബട്ടൺസ് ഇത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുറച്ചും കൂടെ ബട്ടൺ ബാക്കി വരും. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കണക്കൂട്ടിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ബെഡിൻ്റെയും ആ ബെഡിൻ്റെയും തൊട്ടടുത്ത ബ്ലോക്ക് വെച്ചാണ് സ്റ്റാർട്ട് ആകേണ്ടത്. അത് അങ്ങോട്ട് നോക്കി ചെയ്താൽ മതി. ആൻഡ് നമ്മുടെ കയ്യിൽ ബാക്കി വന്ന ബട്ടൺ എടുത്തിട്ട് നമ്മുടെ താഴത്തോട്ട് വരിക. എന്നിട്ട് നമ്മുടെ ഇവിടെ ആയിട്ട് നമുക്ക് ബാക്കി വന്ന നമ്മുടെ കയ്യിൽ കുറച്ച് ബട്ടൺസ് എന്തായാലും ബാക്കി വരും. ഇവിടെ ഈ ഇതുപോലത്തെ ഇങ്ങനെ ഓപ്പൺഡ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ബട്ടൺസ് ബാക്കി എന്തായാലും വരും. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് നിങ്ങൾ അവസാനം ബട്ടൺ വച്ചാൽ മതി. നിങ്ങൾ മുകളിലോട്ട് എന്തായാലും മുകളിലത്തെ പരിപാടി മുഴുവൻ തീർന്നിട്ട് വന്നു വെച്ചാൽ മതി. നമ്മൾ ഇത്രയും സാധനം മതി. നമുക്ക് നോർമലി നമുക്കൊരു ഫസ്റ്റ് ഡേ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണിത്. ഇനി നമുക്ക് പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ പരിപാടി. നമ്മുടെ ഇപ്പൊ ബട്ടൺസ് ഒക്കെ വെച്ച് കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള കൊണ്ട് കുറച്ച് ഡേർട്ട് എടുക്കുക. ഡേർട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ബ്ലോക്കിനവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക. എന്നിട്ട് ഇവിടുന്ന് 5 ബ്ലോക്ക് ഇതുപോലത്തെ 5 എണ്ണം പൊക്കുക. അതായത് ഈ താഴത്തെ ബ്ലോക്ക് കൂട്ടാണ്ട് ഇവിടുന്ന് 5 എണ്ണം പൊക്കുക. ഓക്കെ, അതായത് 1 2 3 4 5. എന്നിട്ട് നമ്മുടെ ബാരൽ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഈ ബാരലിന്റെ മുകളിൽ നല്ല സ്മൂത്ത് സ്റ്റോൺ ഇങ്ങനെ വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് പൊട്ടിച്ച് കളയുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ വില്ലേജറിന് ഇതിനകത്താണ് നമ്മൾ കൊണ്ടിടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വില്ലേജറിന് കയറാൻ ഒരു വഴി സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അടുത്ത പരിപാടി. നേരെ താഴെ വന്ന് നിന്നിട്ട് ജസ്റ്റ് ഡോട്ട് എടുക്കുക. ജസ്റ്റ് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സാധനം കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് മതി. നമുക്ക് ഇതിങ്ങനെ നൈസായിട്ട് താഴത്തോട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത്. ആൻഡ് ഇതിനകത്ത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിന്റെ അടിയിൽ വരെ ഉള്ള ബ്ലോക്കിനകത്ത് വരണം. ഓക്കെ, ഇങ്ങനെയുള്ള സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വില്ലേജർ നിങ്ങൾ ബോട്ടിനാണ് ബോട്ടിനകത്തെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കൊണ്ടുവരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ സ്പോൺ ചെയ്യുക വില്ലേജറിനെ. അപ്പം വില്ലേജർ ഓട്ടോമാറ്റിക്കലി ഇവിടെ മുകളിൽ ബാരലിലുള്ള കാരണം താഴെ സോംബി ഉള്ള കാരണം ഓടിപ്പടിച്ച് അങ്ങോട്ട് പൊക്കോളും. പക്ഷെ ഈവൻ നമ്മുടെ വില്ലേജറെ കൊല്ലും. ഓക്കെ, ചത്താവൻ. ഓക്കെ, ആക്ച്വലി നമ്മുടെ വില്ലേജ് ചത്തുപോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ഏരിയ സ്പോൺ ചെയ്ത് കൊടുക്കാം. അതാണ് ഓക്കെ, നമുക്ക് നോർമൽ ചെയ്യുന്നത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പോടാ. ഓക്കെ, സെറ്റ്. ചത്തെന്ന് തോന്നുന്നു. ഇല്ല, ചത്തില്ല. ആൻഡ് ആക്ച്വലി നമ്മുടെ വില്ലേജിനകത്ത് കയറിയിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ കയറുന്ന സ്പോണോ ഇവിടെ വന്നിട്ട് ലോക്ക് ആവും നമ്മുടെ വില്ലേജർ. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് ചാടിപ്പോകും. ഓക്കെ, അതിന് നമുക്ക് നമ്മുടെ ഇതൊക്കെ പൊടിച്ചു കളയാം. നമ്മുടെ ഫാം സെറ്റ് ആണ്. നിങ്ങൾക്ക് ആകപ്പാടെ ഇനി വേണ്ടത്
ഒരു സാധനം മാത്രമാണ് നമ്മുടെ സ്വന്തം അതിന്റെ പേര് നമ്മുടെ പോഷൻ വേണം. ഒമ്നിയസിന്റെ പോഷൻ വേണം. അതായത് നമ്മുടെ പോഷൻ ഒമ്നിയസ് ഞാൻ 5-ന്റെ തന്നെ കാണിക്കുന്നത്. ഒമ്നിയസ് ബോട്ടിൽ ബാഡോമൻ 5 ആണ് എടുക്കുന്നത്. ആൻഡ് അയ്യോ അതിന് മുമ്പ് ഒരു പരിപാടി ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് പൊടിച്ചോളണം, എന്നാൽ നമുക്ക് അതിനെ കൊല്ലാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങളെ നല്ലൊരു ഒരു സോഡ് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കുക. നമുക്കിപ്പോൾ തൽക്കാലം നമുക്കൊരു ഇതിൻ്റെ ഒരു സോഡ് എല്ലാം ഓക്കെ സോഡ് ഇത് മതി, കളറിക്ക് മതി. ആൻഡ് ഇനി നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻസിൽ പോകാൻ ഡിഫിക്കൽട്ടി നേരെ ഹാർഡിലേക്ക് ചാടിക്കുക. ഓക്കെ, എന്നിട്ട് ഡണ്ണടിക്കുക, ബാക്ക് ടു ഗെയിം, എന്നിട്ട് കുടിക്കുക. വെയിറ്റ് ഫോർ ദ റൈഡ്. നിങ്ങളുടെ 2 ഉണ്ടെങ്കിൽ 2 ഒരുമിച്ച് കുടിച്ചോ. ഓൾ ദ ബെസ്റ്റ്. ഇപ്പം 2 നമുക്കെണ്ണോ അല്ല 2 ലാസ്റ്റ് പറഞ്ഞാൽ വരത്തുള്ളൂ. ജസ്റ്റ് ഇത് ഓപ്പൺ ആകുക. ഈ റൈഡ് തീരുന്ന വരെ നിങ്ങൾ അടിച്ചാൽ നിങ്ങളെ ഒരുത്തരും ചെയ്യത്തില്ല. നമുക്ക് ഈ റൈഡ് വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 18, 17, 2, 1, 0 നമ്മുടെ റൈഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ വച്ചത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. ഞാൻ ആക്ച്വലി ഒരെണ്ണം പണിഞ്ഞതാണ്. പ്രാവശ്യം ഇത് പണിഞ്ഞാണ്, പക്ഷെ നമ്മുടെ ഇതിനകത്ത് വന്നില്ല. നമ്മൾക്ക് ഞാൻ റെക്കോർഡ് ചെയ്തപ്പം വന്നില്ല. കണ്ട ഇവിടെ വന്ന് എല്ലാം സ്പോൺ ആയിക്കോളും. നേരെ ഇങ്ങോട്ടായിരിക്കും വന്ന് വീഴുന്നത്. ഓക്കെ, ഇവിടെ വലിയ നമ്മുടെ സൈഡിലാണ് കൂടെ വരുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് കൊല്ലുക 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 കൊല്ലുക. ഓക്കെ, ഇപ്പൊ ഇവന്മാരുടെ കയ്യിൽ നിന്ന് ഇച്ചിരി സാധനം കിട്ടി. ഫസ്റ്റ് ഒരു എമറാൾഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അടുത്തതിനകത്ത് നമുക്കൊരു ടോട്ടമോ അങ്ങനെ സാധനമൊക്കെ കിട്ടും. ഞാനിപ്പോൾ അതിന്റെ മുകളിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇത് വീഴുന്ന ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ നമുക്കൊന്ന് നിൽക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നില്ലല്ലോ കണ്ട പോഷനൊക്കെ ഇട്ട് ചെക്കന്മാരോട് നിൽപ്പുണ്ടാവും. ഇവനെ ഇച്ചിരി പണിയാണ്. ആൻഡ് നമ്മുടെ ലാവ ഇവിടെയാണ് ലാവ ഉണ്ടാകുന്നത്. കാരണം ഇത് കണ്ട കയറി പോവും ഇവൻ, പക്ഷെ ചാവും. ഇവനപ്പുറം പോകത്തില്ല. നമ്മളിവിടെ വെയിറ്റും ഇതൊക്കെ ഉള്ളതാണ്. ഇവനപ്പുറം പോകത്തില്ല. കറക്റ്റായിട്ട് നമ്മുടെ ഈ സാഡ് പോലെ സാധനമൊക്കെ ഇവിടെ കാണും. കേസ് അത് കാര്യം കണ്ട. നമ്മൾ ജസ്റ്റ് ഇപ്പൊ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. മറ്റവന്മാരെല്ലാം ഉണ്ട്. ഇപ്പം 5 എണ്ണം എന്നുള്ളത് 6 എണ്ണം ആയിട്ടുണ്ട്. അതായത് 3, 6, 7 ഇതാരും ഇപ്പൊ 8ാമത്തെ കാര്യം അല്ലേ. 3, 6, 2, 8 എണ്ണമായി. അതിന് നമുക്ക് ഒരു മിനിറ്റ്. ഓക്കെ, വന്നില്ല. ഇതെന്തോ പോഷൻ ഓഫ് ഹീലിംഗ് വന്നിട്ടുണ്ട് നമുക്ക്. ആൻഡ് നമ്മുടെ റെയ്ഡ് തീർന്നിരിക്കുകയാണ്. ഒറ്റ റെയ്ഡിനകത്താണ് നമുക്ക് ഇത്ര സാധനം കിട്ടിയത്. അതായത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം കയറിയിട്ടുണ്ട്. ഒരു ഒമിനിയസ് ബാൻഡറും പിന്നെ ഇതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. സാഡിലെ ഗ്ലാസിന്റെ ഇതൊക്കെ ആണ് നമുക്ക് കയറിയിട്ടുള്ളത്. നമുക്കിപ്പോൾ റെയ്ഡ് വിക്ടർ നമുക്കിപ്പോൾ അടിച്ച് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്കിപ്പോൾ ഇതിനകത്ത് കിട്ടിയിരിക്കുന്നത് ഒറ്റ റെയ്ഡില് 3, 6, 2, 8 ടോട്ടവും അതുപോലെ തന്നെ നമുക്കൊരു 16 എമറാൾഡ് കിട്ടി. പിന്നെ ഒരു സ്റ്റാക്കോളം നമ്മുടെ ഇത് കിട്ടിയിട്ടുണ്ട്, റെഡ് സ്റ്റോണ്. പിന്നെ നമുക്കൊരു ക്വിക്ക് ചാർജ്, 2 ക്വിക്ക് ചാർജിന്റെ ക്രോസ് ബോ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയിരുന്ന പോഷൻ കിട്ടാൻ വേണ്ടി നമുക്കൊരു പരിപാടിയുണ്ട്. അതിന്റെ വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ഈ സാധാരണ ഈ പോഷൻ കിട്ടണമെങ്കിൽ നമ്മൾ റൈറ്റ് ഫാമിൽ പോയി അവന്മാരെ ഇതിനകത്ത് കൊല്ലണം, എന്നാലും നമുക്ക് പോഷൻ കിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് പോഷൻ കിട്ടണമെങ്കിൽ യുവമാരെല്ലാം ചത്താലേ കിട്ടുള്ളൂ. അത് കിട്ടണമെങ്കിൽ വേറൊരു പരിപാടിയുണ്ട്. അതെന്താ നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മൾ റെക്കോർഡ് ചെയ്താണ്. ഞാൻ ഈ ഇത് കണ്ടതെന്ന് വെച്ചാൽ നമ്മളെല്ലാ വീഡിയോസും നമ്മൾ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ബ്ലേസ് ഡെംസി ജാവ എന്ന് പറയുന്ന ചാനലിൽ നിന്നാണ്. പുള്ളിക്കാരൻ്റെ അത്യാവശ്യം നിറയെ വീഡിയോസ് ആണ്. നമ്മളെക്കാളും ഇതൊക്കെ തന്നെ നമ്മൾ ഇച്ചിരി കൂടെ ടൈം ലിമിറ്റ് എടുത്ത് ചെയ്യുന്നു. പുള്ളിക്കാരൻ അത്രയ്ക്ക് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത്രയുള്ള എന്താ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. With that being said, leave the game and send me service you on the next video. Bye.